സേഫ് ആയിട്ടില്ല. യശോർമ്മ ഒറ്റ വാക്കേ നിങ്ങളോട് പറയാനുള്ളൂ, കൃത്യസമയത്ത് ഉണ്ടവനും കൃത്യസമയത്ത് ഉറങ്ങിയവനും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ എൻ്റെ പേര് കേരളത്തിൽ പേര് ബാബുരാജ് എന്നാണ്. എൻ്റെ സ്ഥലം പയ്യന്നൂരാണ്. കാണാനുള്ള കോട്ട് മാത്രമേ ഉള്ളൂ, വലിയ വിവരമൊന്നുമില്ല. വിവരമില്ലാത്തവർക്ക് മൈനസിൽ വിജയിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ എന്ന് പറയുന്നത് കാസർഗോഡ് ബോർഡറായി, കാസർഗോഡ് ജില്ലയുടെ ബോർഡറായി. ഞാൻ ജനിച്ചത് ഒരു കർഷക ഫാമിലിയിലാണ്. എൻ്റെ അമ്മയുടെ 42ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്. ഞങ്ങൾ 5 മക്കളാണ്. എൻ്റെ നാട്ടിലെ ഏറ്റവും ചെറിയ വീട് എൻ്റെ വീടാണ്. എൻ്റെ നാട്ടിലെ ഏറ്റവും പഴയ വീട് എൻ്റെ വീടാണ്. മണ്ണിൻ്റെ കട്ട കൊണ്ടുണ്ടാക്കിയ ചാണകം തെച്ച 3 റൂമുള്ള ഒരു റൂമിലാണ് മൈലേജ് ടെൽ മാർക്കറ്റിംഗ് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആകൽ വരെ ഞാൻ താമസിച്ചത്. എൻ്റെ അമ്മയുടെ 42ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഈ പ്രസവത്തിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം മൊത്തം 7 പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. 2 കുട്ടികളെ പ്രസവിച്ച ഉടനെ മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വയലുണ്ട്. ആ വയലിൽ ഞങ്ങളുടെ നാടൻ ഭാഷയിൽ കറ്റ മൂരുക എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? കൊയ്യ എന്നാണോ പറയുക? ഓക്കെ. അപ്പം ഞാൻ ഇങ്ങനെ കറ്റ കൊയ്തുകൊണ്ടിരിക്കെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് അമ്മയ്ക്ക് പെയിൻ വരുന്നത്. നടന്നു വന്ന് സിമ്പിളായി 1/2 മണിക്കൂർ കൊണ്ട് എന്നെ പ്രസവിച്ചു. എൻ്റെ ജനനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ജന്മന അമ്മാവനായി ജനിച്ചതാണ്. എനിക്കത് മനസ്സിലായെന്ന് അറിയില്ല. എൻ്റെ മൂത്ത പെങ്ങളുടെ മകൾക്ക് എന്നേക്കാൾ 2 വയസ്സ് കൂടുതലാണ്. അതിന്റെ ദുരന്തം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവിടെ തന്നെ ഇന്ന് വരെ അമ്മാവന്ന് വിളിച്ചിട്ടേ ഇല്ല. എന്നാൽ നീ മാത്രമേ വിളിക്കുള്ളൂ. അന്ന് ഡോക്ടറും ഇതൊന്നും ഇല്ല. ഒരു സ്ത്രീയാണ് പ്രസവം നോക്കാൻ വരിക. എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രം ജാതകമില്ല, ബാക്കി എല്ലാവർക്കും ജാതകമുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് വലുതായപ്പോൾ എൻ്റെ അമ്മയോട് ചോദിച്ചു, അതെന്താ ജാതകമില്ലാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ആ പ്രസവം നോക്കാൻ വന്ന സ്ത്രീ പറഞ്ഞു, ഇതിന്റെ കാര്യം പോക്കാണ്. പക്ഷെ നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോ പടച്ചോൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം അവന്റെ കയ്യിലാണ്. അവനെപ്പോ തിരിച്ചു വിളിക്കുന്നോ അപ്പം മാത്രമേ പോകണ്ടു. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു കമ്പനിയിൽ വരാനും ഈ കമ്പനിയിലൂടെ കുറെ സാധാരണക്കാരുടെ കുടുംബത്തിന് ചെറുതും വലുതുമായ വരുമാനങ്ങൾ വാങ്ങിക്കൊടുക്കാനും പറ്റിയെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ 3 സഹോദരിമാരുടെ വിവാഹം കഴിയുമ്പോഴേക്കും നമുക്കറിയാം, ഒരു കർഷക ഫാമിലിയിൽ ജനിക്കുന്ന കർഷക കൂലിപ്പണിയെടുക്കുന്ന ഒരു അച്ഛന്റെ സമ്പാദ്യം കുറെ കണക്ക് മാത്രമേ. എന്റെ വീട്ടിൽ ചില പ്രത്യേകതകളുണ്ട്. എന്റെ വീട്ടില് കറണ്ടില്ല, കിണറില്ല, ടോയ്ലറ്റും ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെ കാര്യം സാധിക്കാൻ? ഞങ്ങൾക്ക് കുറച്ച് പറമ്പുണ്ട്. ആ പറമ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലെ ഓരോ ഏരിയ ഉണ്ട്. അവിടെ എന്റെ സ്ഥലത്തേക്ക് മക്കളും പോവില്ല, മക്കളുടെ സ്ഥലത്തേക്ക് ഞാൻ പോവില്ല. പോയാൽ അത് മനസ്സിലാവും ചെയ്യും. നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമേ ഇല്ല. ഒരു പ്രാവശ്യം ഇരുന്ന സ്ഥലത്ത് പിന്നെ ഇരിക്കുകയേ വേണം. പക്ഷെ ജീവിതത്തിൽ ഏറ്റവും അധികം എന്റെ ബുദ്ധി പ്രവർത്തിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ പാറയിലിരിക്കുമ്പോൾ. കാരണം നല്ല പക്ഷികളുടെ കളകളാരവം കേൾക്കാം, ഇളം കാറ്റിന്റെ തലോടലുകൾ ഉണ്ടാവും, പിന്നെ പുല്ലിന്റെ തലോടലുകൾ വേറെയും ഉണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യങ്ങൾ, പാമ്പോ വഴുതാരോ ഉണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിൽ നന്നായി ചിരിച്ച ചില ആളുകളുണ്ട്, അവർക്ക് ഓൾറെഡി ഇതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, ലൈഫിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കും. എന്നാൽ മാത്രമേ അതിന്റെ സുഖം എന്ന് അറിയുള്ളൂ.
വളർന്നു. എങ്ങനെ വളർന്നു വെച്ചാൽ അറിയില്ല. കാരണം വീട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണമായിരുന്നു. കാരണം 3 പെൺകുട്ടികളെ പിറകെ കല്യാണം കഴിപ്പിച്ചപ്പോൾ എൻ്റെ അച്ഛൻ വലിയ കടക്കാരനായില്ല. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട ഏറ്റവും വലിയ കഠിനാധ്വാനി ആരാണെന്ന് വെച്ചാൽ ഞാൻ പറയും എൻ്റെ അച്ഛനാണ്. കാരണം എൻ്റെ അച്ഛനെ നല്ല വസ്ത്രത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും ഒരു മുഷിഞ്ഞ വസ്ത്രത്തിൽ എന്നും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ കണ്ടത്. ചെറുപ്പത്തിലെ നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കും. എനിക്കും ഉണ്ടായിരുന്ന ഒരു ട്രൗസർ. ആ ട്രൗസറിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതിന്റെ പിറകിൽ 2 ഓട്ടയുണ്ടാവും. എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഫ്രണ്ടില് നിങ്ങൾ ശിവന്റെ തൃക്കൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ ഫ്രണ്ടിലും ഓപ്പൺ ആണ്. പിന്നെ എപ്പോഴും ഒരു കയറ് എവിടെ ഉണ്ടോ? ഈ സാധനം താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കയറ് ഇവിടെ കെട്ടിയിട്ടുണ്ടാവും. സത്യത്തില് എന്തിനാണ് ഇത് ഇടുന്നത് വെച്ചാൽ എനിക്കും അറിയില്ല. എല്ലാവരും ഇടുന്നു, ഞാനും ഇടുന്നു. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് ട്രൗസറിന്റെ ആവശ്യമില്ല. കാരണം ഞാനിടുന്ന ഷർട്ടൊന്നും എൻ്റെ അല്ല. ഞാൻ 2ാം ക്ലാസ്സിൽ അത്രയും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ വീട്ടിലൊക്കെ ഈ നൈറ്റി ഇടാറില്ലേ? നൈറ്റി ഇടാറ്. ആ നൈറ്റി കണ്ടുപിടിച്ചാണ് ഞാനാണ്. എന്നെ കണ്ടിട്ടാണ് നൈറ്റി എന്നൊരു ആശയം ആദ്യമായിട്ട് മുതലെടുത്തത്. സീരിയസ് പറയാം. കാരണം ഈ ഞാനിടുന്ന ഷർട്ടിന്റെ കൈ ഇവിടെ വരെ ഉണ്ടോ, അതിന്റെ താഴ്ച പറയുന്നത് ചിലപ്പോ താഴെ വരെ ഉണ്ടോ. ഭക്ഷണം ഒരു വലിയ പ്രശ്നമാണ്. 3 നേരം വയറ് നിറച്ച് ഭക്ഷണം തരാനുള്ള അവസ്ഥ വീട്ടിലില്ല. ചക്കയുടെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയാ, രാവിലെയും വൈകുന്നേരവും രാത്രി ഒക്കെ ചക്കയുടെ ഒരാഴ്ച തിന്നേണ്ട ചക്ക ചെറുപ്പത്തിൽ തന്നെ തിന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ എവിടെയെങ്കിലും ചക്ക കണ്ടാൽ ആ ഏരിയയിലേക്ക് പോകാറേ ഇല്ല. സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നല്ല പുസ്തകമുണ്ടാവും. പുതിയ പുസ്തകത്തിന് നല്ലൊരു മണമുണ്ട് അല്ലേ? പക്ഷെ നമുക്കൊരിക്കലും പുതിയ പുസ്തകം കിട്ടിയിട്ടേ ഇല്ല. കാരണം മുന്നേ പഠിച്ച ആളുകളോട് നമ്മൾ എന്ത് ചെയ്യും? പുസ്തകം പറഞ്ഞു വെക്കും. അടുത്ത വർഷം നീ എനിക്ക് തരണമെന്ന് പറഞ്ഞു വെക്കും. ഒത്തിരി ആളുകൾ കൊടുത്തുപോലെ ചെയ്യുന്നുണ്ടാവും. സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, അന്നും ഇന്നും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവരുടെ പേര് അനിൽകുമാർ ആണ്. അവനൊരു ബാഗ് ഉണ്ട്. ബാഗിൽ ഒരു പെട്ടിയുണ്ട്, ഒരു സ്റ്റീലിന്റെ നല്ല പെട്ടിയുണ്ട്. എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒരു ബാഗ് ഉണ്ടായിരുന്നു, സഞ്ചി. റേഷൻ കടയിൽ പോകാൻ ആ സഞ്ചിയാണ്. വീട്ടിൽ പശുവുണ്ട്, പിണ്ണാക്ക് പഠിക്കാൻ സെയിം സഞ്ചിയാണ്. അതൊന്ന് വൃത്തി തുടച്ചാൽ നമ്മുടെ സ്കൂൾ ബാഗാണ്. എന്നോട് ചെറുപ്പത്തിൽ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് പറയും, എനിക്കൊരു ചെരുപ്പിട്ട് നടക്കണം. 16 വയസ്സ് വരെ ചെരുപ്പിട്ടിട്ടേ. കാരണം എൻ്റെ അച്ഛൻ ഒരു ചെരുപ്പ് വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. അത്രയും ബുദ്ധിമുട്ടിലാണ് എൻ്റെ അച്ഛൻ. 16ാമത്തെ വയസ്സിൽ അച്ഛൻ ക്യാൻസർ ബാധിതനായി മരിക്കുകയാണ്. പിന്നീടുള്ള കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എൻ്റെ ബ്രദർ, ഞങ്ങൾ 5 മക്കളാണ്, 3 ചേച്ചി, ഒരേട്ടൻ, പിന്നെ ഞാൻ. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏട്ടനാണ്. ഏട്ടൻ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യനായിരുന്നു. കുറേ വർഷത്തെ എഫേർട്ട് കൊണ്ട് സഹോദരിമാരുടെ വിവാഹത്തിനൊക്കെ എടുത്ത കടങ്ങൾ അദ്ദേഹം തീർത്തു. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീട്, നല്ല വീട് ഉണ്ടാക്കാമെന്നുണ്ടായിരുന്നു. ചെറുതാണെങ്കിലും ഒരു കോൺക്രീറ്റ് വീട്, നല്ലൊരു അടച്ചുറപ്പുള്ള വീട് ഉണ്ടാക്കാമെന്നുണ്ടായിരുന്നു. എൻ്റെ ഏട്ടൻ തന്നെ അതിന് മുന്നിട്ടിറങ്ങി കുറച്ച് ലോണൊക്കെ സംഘടിപ്പിച്ച് കല്ലൊക്കെ ഇറക്കി വെച്ചു. വീടിന്റെ സ്റ്റാർട്ടിൽ തുടങ്ങാമെന്ന് നിൽക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രാജഡി സംഭവിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ഏക പ്രതീക്ഷയായിരുന്ന സഹോദരനും പ്രസവബാധിതനായി മാറി. പിന്നീട് അങ്ങോട്ട് ഒരു 7 വർഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റും അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയായിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞു വീണതാണ്. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അതിന്റെ ലക്ഷണം സംസാരിക്കുമ്പോൾ നാവ് കുഴയും, ബോഡിയുടെ ബാലൻസ്. ഇതാണ് തുടക്കം. ആദ്യമായി കാണുന്ന വിചാരിക്കും അദ്ദേഹം വെള്ളടിച്ച് നടക്കണം, കണ്ട തോന്നും. പിന്നീട് അത് മെല്ലെ 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 ഒരു സ്റ്റിക്കിലേക്കായി, പിന്നെ വാക്കറിലേക്കായി.
ആ സമയമാകുമ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് ഏകദേശം 75 വയസ്സ് പ്രായം. എൻ്റെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എൻ്റെ ഏട്ടനെ നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാത്രമല്ല, എൻ്റെ 3 സഹോദരിമാരും വേറെ വീടെടുത്ത് നിൽക്കുകയാണ്. അവർക്ക് വന്ന് സഹായിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ചെരുപ്പ് മേടിച്ചത് എൻ്റെ 16ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ വെക്കേഷൻ ഹോട്ടൽ പണിക്ക് പോയി പ്ലേറ്റും ഗ്ലാസും കഴുകി കിട്ടിയ ഒരു പൈസക്കാണ് ഞാൻ എൻ്റെ സ്വന്തം പേരിൽ ചെരുപ്പ് മേടിക്കുന്നത്. അവിടെ നമ്മോട്ടേക്ക് ഞാൻ ജീവിതത്തിൽ പല മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. എണ്ണം പറഞ്ഞാൽ തീരാതെ അത്രയും മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ലാസ്റ്റ് ബ്രിട്ടീഷ് ബയോളജിക്കൽ എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് 3 ജില്ലയിലൂടെ ഒരു ബൈക്ക് എടുത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ആ സമയമാകുമ്പോഴേക്കും ഏട്ടൻ വാക്കറിലായി. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റാത്തൊരവസ്ഥ. ലോണെടുത്ത പൈസയും കയ്യിലുണ്ടായിരുന്ന ഒക്കെ തീർന്ന് കുറെ കടങ്ങൾ, 10-14 ലക്ഷം രൂപ കടമായി നിൽക്കുന്ന അവസ്ഥ. ആ സമയത്ത് വീട്ടിൽ ഒരു ആളില്ലാതെ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ പെണ്ണന്വേഷിച്ചിറങ്ങി. പക്ഷെ എനിക്ക് ആരും പെണ്ണ് തന്നില്ല. അതിന്റെ റീസൺ 75 വയസ്സുള്ള ഒരു അമ്മയും അസുഖമുള്ള ഏട്ടനും ഇടിഞ്ഞ് വീഴാതായ ഒരു വീടും കുറെ പ്രാരബ്ധങ്ങളും. ഒരമ്മയും ഒരച്ഛനും തങ്ങളുടെ മക്കളെ അതുപോലത്തെ കുടുംബത്തിലേക്ക് പറഞ്ഞയക്കില്ല. അവസാനം വാടക വീട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇന്ന് എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ മകൻ +2-നും മകള് 6ാം ക്ലാസ്സിലും പഠിക്കുന്നു. 7 വർഷം കഴിഞ്ഞപ്പോൾ ഏട്ടൻ 3 വർഷം മാത്രം ബെഡിലായിരുന്നു, ഒരേ കിടപ്പിലായിരുന്നു. നമുക്കറിയാം, ഒരു ദിവസം ഒരാൾ കിടന്നാലുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചേക്കാം. അങ്ങനെ 3 വർഷമാണ് കിടന്നത്. അങ്ങനെ 7 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഏട്ടൻ മരണപ്പെട്ടു. 14 ലക്ഷം രൂപ ബാധ്യത, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ആ വീട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം പല രൂപത്തിൽ നമ്മുടെ മുന്നിൽ, വിശക്കുന്നവന് മുന്നിൽ ഒരു നേരത്തെ ആഹാരവും ദൈവം തന്നെയാണ്. എൻ്റെ മുന്നിൽ ഒരു വ്യക്തി വരികയാണ്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. അദ്ദേഹം എൻ്റെ ഒരു ബന്ധുവാണോ വെച്ചാലല്ല, പക്ഷെ ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് വീഴുമ്പോൾ, നിങ്ങളൊന്ന് തളരുമ്പോൾ നിങ്ങൾക്ക് ആരാണോ കൈ തരുന്നത് അതാണ് നിങ്ങളുടെ യഥാർത്ഥ ബന്ധു എന്ന് പറയുന്നത്. ആ ബന്ധം പറയുന്നത് നിങ്ങളൊന്ന് വീഴണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് തളരണം. ഇപ്പൊ നിങ്ങളുടെ ചുറ്റും കുറെ ബന്ധങ്ങളുണ്ടാവും. നിങ്ങൾ കരുതും ഇതാണ് എൻ്റെ എല്ലാം എന്ന് കരുതുന്ന പല ആളുകളുണ്ടല്ലോ. നിങ്ങൾക്ക് 1000 രൂപയുടെ ആവശ്യം എന്ന് വരുന്നോ, അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ബന്ധുവിനെ തിരിച്ചറിയാൻ കഴിയുക. അങ്ങനെ എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നിട്ട് ചെറിയൊരു പുസ്തകം എടുത്ത് എന്നെ കാണിച്ചു തന്നിട്ട്, 2016 ഒരു ചെറിയ പുസ്തകം എടുത്ത് എന്നെ കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ കമ്പനിയുടെ പേര് മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പ്രൊഡക്റ്റുകളുടെ ഫോട്ടോയും കാണിച്ചു. എനിക്കിവിടെ ഇരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപക്ഷെ ഞങ്ങളെക്കാൾ അറിവുണ്ടാവാം, കഴിവുണ്ടാവാം, ഒക്കെ ഉണ്ടാവും, ലോകപരിചയം ഒക്കെ ഉണ്ടാവും. 2 ചോദ്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് വരവാണ് കൂടുതൽ, ചെലവാണ് കൂടുതൽ? അത് ആൻസർ എല്ലാവരും പറയും. ശരി, വരവ് കൂടുതലുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഒന്ന് കൈ ഉയർത്തി. എനിക്ക് ചെലവിനേക്കാൾ കൂടുതൽ വരവുണ്ട് എന്ന് പറയുന്ന ആളുകൾ കൈ ഉയർത്തി. ഒരാൾ, 2 പേർക്ക് വരവിനേക്കാൾ ചെലവിനേക്കാൾ കൂടുതൽ വരവുണ്ട്. വരും. അതിന്റെ അടുത്ത ചോദ്യം, ഒരു 50 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾ കൈ ഉയർത്തി. 50 ലക്ഷം രൂപ ലോണല്ല, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചാണ്. താത്തിക്കോളൂ, കൈതാത്തിക്കോളൂ. ആളെ കാണണ്ട, കാരണം അടുത്തിരിക്കുന്ന ആരാ? നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കടക്ക് ഇവിടെ ഒരു 10 ലക്ഷം 5 ലക്ഷം ഒരു 50,000 മുകളിൽ കടമുള്ള ആളുകൾ കൈയെടുത്തിയ കൈ താഴത്തല്ലേ? വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. ഈ കൺഗ്രാജുലേഷൻ ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞതാണ്. കടമുള്ളവരെ കൺഗ്രാജുലേഷൻ കിട്ടുന്ന ഒറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ, ആ സ്ഥലമാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അപ്പൊ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി?
വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഇത്രയും വർഷം ജോലി ചെയ്തതും പണിയെടുത്തും ഒക്കെ. എന്ത് കിട്ടി? ഇപ്പൊ എന്തുണ്ട് കയ്യിൽ? എന്തുണ്ട് കയ്യിൽ? ഒന്നുമില്ല. യശോർണോ? ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും വളരെ മുൻധാരണ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരുപാട് മുൻധാരണകൾ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇത് നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ എന്നോട് ആദ്യം ഈ പുള്ളി എന്നോട് പറഞ്ഞതറിയോ, നിങ്ങൾക്ക് ബിസിനസ് വിജയിക്കണോ? ജയിക്കണോ? എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് ബിസിനസ് വിജയിക്കണോ? വിജയിക്കണോ? എങ്കിൽ എന്നോട് ആ പുള്ളി പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയാം. ആ പുള്ളി എന്നോട് പറഞ്ഞത്, ആദ്യം നീ ചെയ്യേണ്ടത് നീ ഒരു മന്ദബുദ്ധിയാവണം. എന്താവണം? മന്ദബുദ്ധി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരുപാട് ബുദ്ധിയുള്ളവര് ഒരുപാട് ചിന്തിക്കും, പക്ഷെ അവരൊന്നും ചെയ്യില്ല. ഒരുപാട് ബുദ്ധികളാണ് വിചാരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്നവരല്ല, ഞങ്ങൾ വലിയ കഴിവ് ആർക്കുണ്ട്, എനിക്കുണ്ട് എന്ന് ചിന്തിക്കും. പക്ഷെ അധികം ബുദ്ധിയില്ലാതെ എന്ത് ചെയ്യും? ചിന്തിക്കുന്നല്ലോ, എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവന് എന്നേക്കാൾ കഴിവുണ്ട്. അപ്പോ മന്ദബുദ്ധിയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാല് പറയുന്നത് വേഗം അനുസരിക്കും, വേഗം ചെയ്യും. ഓക്കെ, അപ്പൊ മൈലസ്റ്റൺ മാർക്കറ്റിംഗിലെ ഏറ്റവും നല്ല വാക്കിന്റെ പേരാണ് എന്ത്? ഞാനത് വിളിക്കുന്നത് പുറപ്പുണ്ടോ? നിങ്ങളെ വിളിക്കുന്നത് പുറപ്പുണ്ടോ? ഞാൻ വിളിക്കുന്നില്ല, പക്ഷെ കുഴപ്പമുണ്ടോ? വിളിക്കണം, വിളിക്കട്ടെ. അപ്പൊ എന്നോട് ഓന്നാക്കണം. ഓക്കെ, താല്പര്യമില്ലാത്തവരാക്കണ്ട, താല്പര്യമുള്ളത് എന്താക്കണം? ഓന്നാക്കണം. പുറത്തിറങ്ങി ഒന്നും ചെയ്യാത്തത്. എനിക്ക് ഒരു ഭാര്യ, എന്റെ മക്കളൊക്കെ ഉള്ളതാണ്. നല്ല വാക്കാണ്. മൈലസ്റ്റർ നല്ല വാക്കിന്റെ പേരാണ് എന്ത്? മന്ദബുദ്ധി. ഓക്കെ, തെറ്റായിട്ട് പറയരുത്. അപ്പൊ ഞാൻ വിളിക്കട്ടെ, മന്ദബുദ്ധികളെ നിങ്ങൾക്ക് വേഗം നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് വേഗം രക്ഷപ്പെട്ടാലും കിട്ടും. ഈ ചങ്ങായി എന്റെ വന്നിട്ട് ഒരു പുസ്തകം എടുത്തിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം സൂരജ് സാറുടെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു. എത്ര കിട്ടുന്ന പറഞ്ഞ അത് കേട്ടപ്പോ തന്നെ നമ്മളെ പീസ് പോയി. പക്ഷെ എന്റെ അവസ്ഥ ഞാനിങ്ങനെ സർക്കസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം ഒരു മാസം ശമ്പളം ഒരു പ്രാവശ്യം കിട്ടും. ശമ്പളം ലിമിറ്റും ചെലവ് അൺലിമിറ്റഡാണ്. ചെലവ് കുറിച്ച് ഒരു കണക്കില്ല. എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെലവ് വരാം. ഈ കയ്യിലെ പൈസ തീർന്നാൽ, സാർ നേരത്തെ ഏതോ സ്കൂൾ മാഷിന്റെ സുരേഷ് സാർ തന്നെയാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അച്ഛൻ മാഷാണെന്ന്. കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കയ്യിലെ പൈസ തീരണം. പിന്നെ നമ്മളൊരു സർക്കസ് കളിക്കണം. സർക്കസ് എന്താ വെച്ചാൽ ഇവിടുന്ന് മേടിക്കും, ഇവിടെ കൊടുക്കും, അവിടെ നിന്ന് മേടിക്കും, ഇവിടെ കൊടുക്കും. ഓക്കെ, ഇങ്ങനെ സർക്കസ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷെ നമ്മുടെ കുഴപ്പം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് മേടിക്കും, പക്ഷെ ഇവിടെ കൊടുക്കില്ല, ഇവിടെ കൊടുക്കില്ല. അത് ചെയ്യരുത്. ഇവിടുന്ന് വാങ്ങി കൃത്യമായി അവിടെ കൊടുത്താൽ രണ്ടാമത് എവിടുന്ന് മേടിക്കാം, ഇവിടുന്ന് മേടിക്കാം. ഞാൻ പക്ഷെ ഇവിടുന്ന് മേടിച്ചാൽ അവിടെ കൊടുക്കുന്ന ആളാണ്. ഒരു 15,000 രൂപ കടം കൊടുക്കേണ്ട ദിവസം ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ 12,700 രൂപ എന്റെ കയ്യിലുണ്ട്. 2,300 രൂപ എങ്ങനെ ഉണ്ടാക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുക. ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്, ഇഷ്ടംപോലെ പണമുള്ള ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും. ബന്ധുക്കളായും ഏറ്റവും അടുത്ത് എന്ന് കരുതിയിരുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഏട്ടനെ ഡിസ്ചാർജ് ചെയ്യാൻ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവരിൽ പലരുടെയും മുന്നിൽ പോയി കൈനീട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 5,000 രൂപയ്ക്ക്, ഒരു 3,000 രൂപയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ മുന്നിൽ പോയി കൈനീട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അവരുടെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിന് കൊടുത്താൽ ഇത് കിട്ടില്ല എന്ന് അവർക്ക് ഉത്തമ വിശ്വാസം ഉണ്ടാകുകൊണ്ട് അവരെന്നോട് നോ പറഞ്ഞു. അങ്ങനെ പലരും ഉണ്ടാവും നമ്മുടെ ചുറ്റും. അവിടെ നിന്നൊക്കെ ഇറങ്ങിയ സമയത്ത് മനസ്സിൽ കരഞ്ഞുകൊണ്ട് ഇറങ്ങിയ സമയത്ത് അന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ലൈഫിൽ എനിക്ക് മരിക്കേണ്ടി വന്നാൽ നിന്റെയൊക്കെ മുന്നിൽ വന്ന് കൈ നീട്ടില്ല എന്ന് തീരുമാനിച്ചിട്ടാണ്. പക്ഷെ ഒരു 10 പേരുണ്ടാവും, അത് എല്ലാവർക്കും ഉണ്ടാവും, എനിക്കുണ്ടാവും, നിങ്ങൾക്കുണ്ടാവും. ആ 10 പേരാണ് നിങ്ങളുടെ സ്വന്തം, അത് രക്തബന്ധമൊന്നുമല്ല. പക്ഷെ ഈ വന്ന വ്യക്തി എനിക്ക് അതുപോലത്തെ ഒരാളാണ്. സതീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു ദുർബല നിമിഷത്തിൽ കയ്യിലുണ്ടായിരുന്ന 10,000 രൂപയും കൊണ്ട് പുള്ളിക്കാരൻ
അകപ്പെട്ടു പോയതാണ്. 15,000 രൂപ കൊടുക്കണം, 12,300 12,700 ഉണ്ട്, 2,300 ഉണ്ടാക്കണം. ഞാൻ പിന്നെ എത്ര ഉണ്ടാക്കണം? 12,300 ഉണ്ടാക്കണം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ ആ പൈസ കൊടുത്തു. പക്ഷെ 10,000 കിട്ടിയ അടുത്ത നിമിഷം പുള്ളിക്കാരൻ പോയി. ഒരാഴ്ച കഴിയുമ്പോൾ എന്റെ വീട്ടിലുണ്ട് ഒരു ബോക്സ് കിടക്കുന്നു. ആ ബോക്സ് തുറന്നു നോക്കിയപ്പോ എന്റെ കയ്യിൽ ആദ്യം കിട്ടിയ സാധനം ഒരു പേസ്റ്റ് ആണ്. അതിന്റെ മേലെ ഇതിന് ഓൺ ഹെർബൽ പേസ്റ്റ്. അതിന് മുൻഭാഷം നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. അതിന്റെ പിറവശം നോക്കിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായി. അതിന്റെ കാരണം എന്താ വെച്ചാല് എന്റെ വീട്ടില് സ്ഥിരമായിട്ട് തേക്കുന്നത് കോൾഗേറ്റിന്റെ വെള്ള പേസ്റ്റ്. നിങ്ങൾ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നോ ഈ പ്രൊഡക്റ്റ് കിട്ടുന്നതിന് മുന്നോ നിങ്ങൾ തേച്ചു കൊടുക്കുന്ന പേസ്റ്റ് ഏതാ? കോൾഗേറ്റ് ക്ലോസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ രസമാണ്. അപ്പൊ സ്വാഭാവികമായും ഈ പേസ്റ്റ് ഒരു ട്യൂബ് ഉണ്ടോ, ആ ട്യൂബ് നിറച്ച് സാധനം ഉണ്ടോ, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ നമ്മളൊക്കെ എടുത്ത് ഒരു ദിവസം എന്ത് സംഭവിക്കും? പേസ്റ്റ് തീരും. രസമാണ്. അതൊരു സ്കെയില് പോലെയാണ് ആ ട്യൂബ്. എന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. അതിന്റെ മൂടി നന്നായി ടൈറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ വീടിന്റെ ഇതുപോലത്തെ മേശയുടെ സൈഡ്, അല്ലെങ്കിൽ വാതിലിന്റെ സൈഡ്, ജനലിന്റെ സൈഡ്, അതിന്റെ ഒരു എഡ്ജ് സൈഡില് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പേസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ എല്ലാ ശക്തിയും എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവം. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ടോപ്പ് ഊരിയിട്ട് 2 കൈ കൊണ്ടും ഇങ്ങനെ പ്രസ് ചെയ്യും. അപ്പൊ ഇതിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ മുകളിലേക്ക് വരും. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ബ്രഷിന്റെ മേലെ തേച്ചേക്കാം. ഒരു നേരത്തേക്കുള്ള സാധനം കിട്ടൂലേ? അടുത്ത് ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. ഒരു കത്രി എടുക്കാം, അതിന്റെ കഴുത്തൊന്ന് മുറിക്കാം. എന്നിട്ട് ഈ ട്യൂബിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം? ബ്രഷ് താത്തിയിട്ട് ഇങ്ങനെ കാക്കണം. എന്നിട്ട് മുകളിലേക്ക് എടുക്കുമ്പോ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടും. വായ നന്നായി തുറന്നിട്ട് തേച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഞാൻ പറഞ്ഞ സാധനമില്ലേ? ഒരു നേരത്തേക്കുള്ള സാധനം കിട്ടൂലേ? പേസ്റ്റ് കിട്ടൂലേ? വേണം നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. ഇതിന്റെ അടിഭാഗത്ത് കൂടി അതിന്റെ ടോപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലോട്ട് കറക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു നേരത്തേക്കുള്ള പേസ്റ്റ് കിട്ടും. കിട്ടൂലേ? നിങ്ങൾക്ക് ഇത് അറിയില്ലല്ലോ. അറിയോ? ഇതിൽ കുറെ ആൾ ചിരിച്ചിട്ടുണ്ട്. ആ ചിരിച്ചവർക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? ചിരിച്ചവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ചിരിക്കാർക്ക് ഇത് അറിയില്ല. ചിരിച്ചവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അവർ ഒരു കാര്യം കൂടെ ചെയ്യും. ഈ ട്യൂബിലൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുലുക്കിട്ട് വായിലാക്കിയിട്ട് വലുത്. ആ ടീമാണ് ഇനി നമ്മള്. അവിടെയാണ് എത്രയോടെ പേസ്റ്റ് ചെയ്യേണ്ടത്. എത്ര പേസ്റ്റ് വരെ പൈസ പോയാ. രണ്ടാമത് ഇച്ചിരി ഒരു സോപ്പ് കിട്ടി. അതിന്റെ മേലെ ഇതിന് ഓൺ ലക്ഷറി സോപ്പ്, നീം സോപ്പ്. എന്റെ വീട്ടില് ഈ ഇതില്ലേ നമ്മുടെ ലൈഫ്ബോയുടെ സോപ്പാ മേടിക്കാം. ലൈഫ്ബോയുടെ സോപ്പിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് അത് വലിയ സോപ്പായിരിക്കും. ഇത് തേച്ചാലും തീരൂല. ഇപ്പോഴത്തെ എല്ലാം മുന്നത്തെ ലൈഫ്ബോയുടെ കാര്യമാണ്. അവസാനം ഇതിന്റെ മണമൊക്കെ പോകും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കുന്ന കല്ലില്ലേ, അതിന്റെ മേലെ ഒരു അടി കൊടുത്താൽ ഈ സാധനം എവിടെ കിടക്കും? അരക്ക് കല്ലിന്റെ മേലെ കിടക്കും. അടുപ്പൊന്നും പോല. പക്ഷെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ സാധനം ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കും. ഓക്കെ, ഈ സോപ്പ് തേക്കേണ്ട ഞാൻ എത്ര രൂപ സോപ്പ് തേക്കണം? ലക്ഷറി സോപ്പ് തേക്കേണ്ടതല്ല. 14 ലക്ഷം കടവുള്ള ഞാൻ തേക്കേണ്ട സോപ്പ് എന്താ? ലക്ഷറി സോപ്പ്. പൈസ പോയ. മൂന്നാമത് എന്റെ കയ്യിൽ ഒരു സാധനം കിട്ടി. അതാണ് ഏറ്റവും ഭീകരമായ സാധനം. എത്ര പാക്കറ്റ് കുലുക്കി നോക്കുമ്പോ സാധനം കുലിക്കുന്നുണ്ട്. അതിന്റെ മേലെ ഇതിന് 9E5 ബാക്കി 2 സാധനം എനിക്ക് മനസ്സിലായി. പക്ഷെ 9E5 എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആ പുള്ളിനോട് ചോദിച്ചു, ഈ 9E5 എന്താണെന്ന് ചോദിച്ചു. എന്നോട് അയാൾ പറഞ്ഞു, നിങ്ങൾ അതിന്റെ പേര് 9E5 എന്ന് പറയാൻ പാടില്ല, അതിന്റെ പേരാണ് 9E5 എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ല, 9E5 എന്നുള്ള പേര് പോലും അറിയാതെ ഒരു മണ്ടനാണ് ആര്? ഞാൻ. എനിക്ക് ഈ ബിസിനസ്സിൽ ITC ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ആയിക്കൂടെ ITC ചെയ്യാം.
കഴിച്ചെത്തവരുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ കഴിച്ചോ ആയാലോ എന്ന് കഴിയുന്നത് 95 കഴിച്ച ആളുകൾ നിങ്ങൾ അധികം പ്രതികരിക്കാതിന്റെ കാരണം ഇപ്പാണ് എനിക്ക് മനസ്സിലായത്. ഇതിൽ കുറെ ആളുകൾ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ 95 കഴിച്ചിട്ടില്ല. 95 കഴിച്ച ആളുകളാണ് ഈ കൈയടിക്കുന്നത് ചിരിക്കും ഒക്കെ ചെയ്തത്. 95 കഴിച്ച ആളുകളാണ്, ബാക്കി എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉറങ്ങുന്ന ആളുകൾ ഒരു കാര്യം ഉറപ്പിച്ചോ, നിങ്ങളുടെ ആരോഗ്യം വളരെ മോശമാണ്. നിങ്ങൾക്ക് എമർജൻസി ഇന്ന് തന്നെ എന്തിന്റെ ആവശ്യമുണ്ട്? 95 ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും 95 പൊട്ടിച്ച് കഴിച്ചോ. നിങ്ങൾ കഴിക്കാൻ വേണ്ടി ലീഡർമാർ എന്താ പറഞ്ഞേ? നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞില്ലേ? അതൊരു ഭയങ്കര ഹെൽത്ത് ഡ്രിങ്ക് ആണ്, അത് കഴിച്ചാൽ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. ഏത്? 9-5 എന്നോട് ആളെ പറഞ്ഞു അത് ഭയങ്കര ഹെൽത്ത് ഡ്രിങ്ക് ആണ്, അത് എങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്റെ ഫാമിലി ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇതേപോലെ എന്റെ ഭാര്യയോട് പറയാൻ പറഞ്ഞു. കാരണം കല്യാണം കഴിഞ്ഞ പുരുഷന്മാർക്ക് പരീക്ഷണം നടത്താൻ പറ്റിയ ഏറ്റവും നല്ല വസ്തുവാണ് ഭാര്യ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. എന്തെങ്കിലും പറ്റിയാലോ, അപ്പോ ഓള് കഴിച്ചാൽ ആർക്കേ വയ്ക്കുള്ളൂ? ഭാര്യയ്ക്കേ വയ്ക്കുള്ളൂ. എന്റെ ഭാര്യയുടെ അവസ്ഥ എന്ന് വെച്ചാല്, അപ്പൊ ഈ മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര പിരാന്ത. ഇന്നത് എന്റെ വീട്ടിൽ ഐസ്ക്രീം ഒക്കെ വാങ്ങിയാല് 1 ലിറ്റർ ഐസ്ക്രീം ഭാര്യക്കും 2 ബോൾ ഐസ് എന്റെ പിള്ളേർ. അതായത് മധുരം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അത്ര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് എനിക്ക് ടേസ്റ്റ്? 95 അല്ലല്ലേ? 95 കഴിച്ച ആളുകൾ ഒരു കയ്യടി കൊടുക്കും. അപ്പൊ ഇയാളിത് കുടിക്കാൻ തുടങ്ങി. ഒരു ദിവസം 2 വീതം കുടിക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഈ ബിസിനസ്സിൽ എന്നെ കൊണ്ടുവന്ന വ്യക്തി. പുള്ളിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ചിട്ട് ഇവർ പിന്നെയും വാങ്ങണം. എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇല്ലാതെ 10,000 പോയി, ഇത് എങ്ങനെയും ഒന്ന് തീർത്തിട്ട്, ഇത് കാണുന്ന ഒരു ടെൻഷൻ, എങ്ങനെയും ഒന്ന് തീർത്തിട്ട് ഒന്ന് ഫ്രീ ആവും. ഇതാണ് എന്റെ ഉദ്ദേശം. അപ്പോ 14 ദിവസം കഴിഞ്ഞപ്പോ 2 പീസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ എന്റെ ഒരു ഭാര്യ എന്നോട് ഒരു കാര്യം പറഞ്ഞു. 14 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് അറിയണോ? അറിയണോ? യെസ്. ആരാന്റെ ഭാര്യ ആരോടും പറഞ്ഞ കാര്യം. താല്പര്യം നോക്കിയ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളൊക്കെ എഴുതി യെസ് അറിയില്ല. ഉറങ്ങുന്നത് നന്നായിട്ട് ഉറങ്ങണം കേട്ടോ. എഴുന്നേക്കണ്ട, നന്നായിട്ട് ഉറങ്ങിക്കോ. ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ജ്യൂസ് നല്ലതാണെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങളുടെ ജ്യൂസ് നല്ലതാണെന്ന് പറഞ്ഞു. നിങ്ങൾ കൈവച്ചു. പക്ഷെ ഞാനൊന്ന് ഞെട്ടിപ്പോയി. 14 ലക്ഷം രൂപ കടവുള്ള ഞാൻ ഭാര്യ ജ്യൂസ് നല്ലതാണെന്ന് പറഞ്ഞാൽ പിന്നത്തെ അവസ്ഥ അറിയോ? ഇന്ന് കേരളത്തിൽ നടക്കുന്നത് സ്ത്രീ പീഡനമല്ല, പുരുഷ പീഡനമാണ്. എല്ലാം വെച്ചാൽ ആണുങ്ങളുടെ മുഖം നോക്കി ഏതെങ്കിലും ഒരാളുടെ മുഖം തെളിച്ചുണ്ടെങ്കിൽ പറ്റിപ്പോയി. ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. തിരിച്ചു പോകാൻ പറ്റാത്ത ഗുഹയിൽ കയറിയൊക്കെയാണ് ഇപ്പോ. മനസ്സിലായോ? തിരിച്ചിറങ്ങാനും പറ്റുന്നില്ല, മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. ഇങ്ങനത്തെ ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് കേരളത്തിലെ പുരുഷന്മാരുടെ അവസ്ഥ. ഞങ്ങൾ കരയാറുണ്ട്, നിങ്ങൾ കാണുന്നില്ലാന്നേ ഉള്ളൂ. ഞങ്ങളെ ബാത്റൂമിൽ നിന്ന് കുളിക്കുമ്പോൾ ഞങ്ങൾ കരയാറുണ്ട്. നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യവും നിങ്ങൾക്ക് 14 സെക്കൻഡ് കുറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഇപ്പൊ എത്ര സമയം എന്നെ നോക്കുന്നത്? ഞാൻ എവിടെ കൊണ്ട് കേസ് കൊടുക്കും? അവിടെ കേരളത്തിലെ പുരുഷന്മാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്, പരമദയനീയമാണ്. ഞങ്ങൾ സഹിക്കുകയാണ്. അങ്ങനെ ഗതികേടിന്റെ അങ്ങേ തട്ടത്ത് നിൽക്കുന്ന സമയത്ത് 6 ബോക്സ് 95 വാങ്ങിക്കൊടുക്കേണ്ടി വന്നു എനിക്ക്. ഇതെന്തിനാ വാങ്ങിക്കൊടുക്കുന്നവരെ നമുക്ക് ഒരാൾ വീഡിയോ എടുക്കുന്നില്ല, അടിച്ച് വീഡിയോ എടുക്കുന്നു. നല്ല അടുത്തോ നല്ല വീഡിയോ എടുത്തു. കുടുംബത്തിൽ വലിയ പ്രശ്നം നടത്തുകയാണ്. എന്റെ ഭാര്യ പൈൽസ് ഉണ്ടായി. ആർക്ക്? എന്റെ ഭാര്യയ്ക്ക്. 14 ദിവസം 95 കഴിച്ച സമയത്ത് പൈൽസിന് ഭയങ്കര മാറ്റം. എന്റെ ഭാര്യ പറഞ്ഞു നിങ്ങളെ ജ്യൂസ് നല്ലതാണ്. 6 ബോക്സ് 95 വാങ്ങി കൊടുത്തു കഴിഞ്ഞപ്പോ അന്ന് പോയ പൈൽസ് ഇതുവരെ വന്നിട്ടേ ഇല്ല. എന്റെ ഭാര്യക്ക് എന്തിന്റെ മനസ്സിലായി? പൈൽസിന്റെ മനസ്സിലായി. ഓക്കെ, നാളെ ബോബി സാർ പറയുകയാണെങ്കിൽ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ ഒരു വലിയ പ്രോഗ്രാം കോഴിക്കോട് നടത്താം. ഒരു 10-25,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള
ഒരു വലിയ പ്രോഗ്രാം നടത്താൻ പറയാം ബോബി സാർ. ശരി, അങ്ങനെ മൈലേജ് മാർക്കറ്റ് പ്രോഗ്രാം നടത്തുന്ന ബോബി സാർ ഞങ്ങളുടെ ITC ഫാമിലി ഓർഡറിങ് തരാന്ന് പറയാം. ഓക്കെ, 10-25 ആളിരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ കാണേ, 25,000 ആളുകൾ ഇരിക്കുന്ന നിങ്ങളുടെ നടുവിലൂടെ ഞാനും എന്റെ ഭാര്യയും വരുമ്പോ നിങ്ങൾ ആദ്യം എന്താ വിചാരിക്കുക? എന്റെ ഭാര്യയുടെ പൈസ അല്ലേ? പിന്നെ നിങ്ങൾ ആ സമയത്ത് കുറെ ലീഡേഴ്സ് ഒക്കെ ആയിട്ടുണ്ടാവും, കുറെ ടീം ഉണ്ടാവുന്നത്. നിങ്ങൾ വന്ന ടീമിനോട് പറയും ആ പെണ്ണുങ്ങൾക്ക് പൈസ സംഭവം ശരിയല്ലേ? അങ്ങനെ സംഭവം ലീക്കായി വീട്ടിലറിഞ്ഞു. ഭാര്യ കൂടെ വന്നു, ഞാൻ നിങ്ങളെ ഒഴിവാക്കാണ്, നിങ്ങളിവിടെ ജീവിക്കാനില്ല വന്നു. ഞാൻ കാലൊക്കെ പിടിച്ചു. പക്ഷെ ഞാൻ സത്യസന്ധനായോണ്ട് ഇത് പറഞ്ഞുകൊണ്ടേ ഇനി ആകെ അറിയാൻ ബാക്കിയുള്ളത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളായിട്ട് ഇനി ആരോട് പറയണ്ട. പക്ഷെ ഇപ്പൊ കുറച്ച് നാളെ ഓൾ എന്റെ ഡൈവോഴ്സ് ഒന്നും പറയുന്നില്ല. അതിന്റെ കാരണം ഞാൻ ഭാര്യയുടെ പൈസ പറഞ്ഞപ്പോ എന്റെ കൂടെ ഒരു ഓട്ടോ ഡ്രൈവർ വന്നു ഈ ബിസിനസ്സിൽ. അയാൾക്ക് കാലിനൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നാണ്. ആ പുള്ളിക്കാരനും എന്റെ ഭാര്യയുടെ പൈസ പറഞ്ഞിട്ട് 95 കിട്ടാണ്. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഒരാൾ വന്നു. ഓക്കെ, ഒന്നും വേണ്ട, നിങ്ങൾക്ക് ആളെ വേണോ? ഈ ബിസിനസ്സിലെ ആളെ വേണോ? ബിസിനസ്സിലെ ആളെ വേണോ നിങ്ങൾക്ക്? ഒന്ന് ചിരിച്ചേ, ഒന്ന് അടുത്താണ് മുഖത്തൊക്കെ ചിരിച്ചേ, ഒന്ന് പേര് ചോദിച്ചേ. ഇത് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് നാളെ ഡയമണ്ട് ഷിപ്പില്ല. ഇത് ചിരിക്കില്ല. ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അടുത്ത ആൾ ഇരിക്കുന്നതിന് മുന്നേ നമ്മുടെ മാക്സിമം സീറ്റ് ഇരിക്കുന്നു. മുക്കാൽ ആര് വിളിച്ചു? നമ്മൾ വിളിച്ചു. അടുത്ത ആൾ ഇരിക്കുന്നതിന് ഇഷ്ടമല്ല. എനിക്ക് കഷ്ടകാലത്ത് ഇരുന്ന പിന്നെ അവന്റെ മുഖത്തേക്ക് നോക്കില്ല, പിന്നെ യുദ്ധമാണ് നടക്കുന്നവരെ. ഒന്ന് ചിരിക്കും, പേര് ചോദിക്കും. ഞാൻ കാസർഗോഡ് വെച്ച് വെറുതെ ബസ് സ്റ്റാൻഡിൽ അവിടെ ചിരിച്ച ആണുങ്ങൾ പെണ്ണുങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഒരുമാതിരി ആക്കിയ ചിരിയിരിക്കാം, അവിടെ നല്ല ചിരി മാത്രം ചിരിക്കുക. അയാളോട് ഞാൻ പേര് ചോദിച്ചു. അയാളോട് മനോജ് ചെയ്തു. അയാൾ എന്നാൽ ഒരു CTC ലീഡറാണ്. ഒരു സൈഡില് എന്റെ വീടിനടുത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ, അയാളൊരു അനന്തനാരായണൻ എന്നാണ്. അയാൾ മറ്റൊരു CTC ലീഡറാണ്. രണ്ട് സൈഡിൽ രണ്ട് CTC ലീഡർ. ഞാൻ ഭാര്യയുടെ പൈസ പറയുന്നത് കേട്ടിട്ട് ഇവരും പറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 95 വിറ്റ് ബാബുരാജ് ITC റാങ്കിലെത്തി. ഭാര്യയോടൊന്നും പറയുന്നില്ല. കാരണം ഭാര്യയ്ക്കും പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും വന്നാൽ ഒരു തിരക്കൂല. നിങ്ങൾക്ക് ആർക്കും ഞാൻ വണ്ടിയിൽ ബാഗിൽ കാണിച്ചു തരാം, ഡിക്കി കാണിച്ചു തരാം. ഇഷ്ടംപോലെ ഡ്രസ്സ് കൊടുത്ത് ഇറങ്ങിയതാണ്. ഇനിയിപ്പോ തിരിച്ചു പോകുന്ന അറിയാം. പക്ഷെ ഒരു തിരക്കൂല. കാരണം അവളൊക്കെ ഇപ്പൊ GPay ഉണ്ട്, ATM കാർഡുണ്ട്, ക്രെഡിറ്റ് കാർഡുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഞാൻ തമാശയിലൂടെ പറയുകയാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ബിസിനസ് എന്തിന് ഏറ്റെടുത്തു വെച്ചാൽ എന്റെ ഒരു ലീഡർ, അദ്ദേഹത്തിന്റെ പേര് ശ്രീജിത്ത് കണ്ണവന്നാണ്. അദ്ദേഹം നിങ്ങൾ 3 ജില്ലയിലൂടെ ബൈക്ക് എടുത്ത് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ഫാമിലി സേഫ് ആണോ ചോദിച്ചത്? എന്റെ ചോദ്യം ഇതാണ് നിങ്ങളോട്. 1000 രൂപ ഉണ്ടാക്കുന്ന മൈലേജ് ചെയ്യണ്ട. പുറത്ത് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്ത്യക്കാരൻ വന്നിട്ട് ഇവിടുന്ന് 1000, 1500, 2000 ഉണ്ടാക്കുന്നുണ്ട്. 1000 രൂപ ഉണ്ടാക്കുന്ന ബിസിനസ് ചെയ്യണ്ട. പക്ഷേ നിങ്ങൾ ഒരു ദിവസം കിടന്നു പോയാൽ, ഒരു ദിവസം ഞാനോ നിങ്ങളോ ഇവിടുന്ന് തിരിച്ചു പോയാൽ ഫാമിലി സേഫ് ആണ്. നിങ്ങൾക്ക് പാസീവ് കിട്ടണോ? പാസീവ് കിട്ടണമെങ്കിൽ മൈലേജ് ശരി. പാസീവ് കിട്ടണമെങ്കിൽ ഓപ്പർച്യൂണിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ചെറുതിനെ തുടങ്ങിയതാണ്. ഇന്ന് ഏകദേശം 10-25,000 ആളുകളുടെ ഒരു ടീമുണ്ട് നിലവിൽ. 2 ലക്ഷം കൂടെയുള്ള 19 പേർ. ഞാൻ മാത്രം വാങ്ങിയതല്ല, എന്റെ കൂടെ 19 പേർക്ക് വാങ്ങിക്കൊണ്ടാണ്. അത് തിരിച്ചു പോകുമ്പോൾ പഠിച്ചു ചോദിക്കും, നീ എന്താണ് ചെയ്തോ ചോദിക്കുമ്പോ എനിക്ക് പറയാൻ പറ്റും. നോക്ക്, 19 കുടുംബത്തിന് 2 ലക്ഷം ആൾക്കാരെ മേടിച്ചു കൊടുത്തു. ആയിരങ്ങൾ ലക്ഷങ്ങൾ കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. മൈലേജ് മാർക്കറ്റിംഗിൽ മാത്രമേ അവകാശപ്പെടാൻ പറ്റൂ. മറ്റൊരു ഡയറക്ഷനിൽ നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കൂടെ വന്നൊരു വരുമാനം കിട്ടിയാൽ വിജയിക്കുന്ന ഒരേ ഓപ്പർച്യൂണിറ്റി, അതാണ് ഡയറക്ട് സെല്ലിംഗ്. അങ്ങനെ വളരെ തുടക്കത്തിൽ വളരെ മെല്ലെ തുടങ്ങിയതാണ്. ഇതിലും ആദ്യമായി കേൾക്കുന്ന
ഫസ്റ്റ് ഈ ബിസിനസ് കേൾക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തിമിംഗലം ഏറ്റവും വലിയ ജീവിയാണ്, അല്ലെങ്കിൽ അല്ലെ ഏറ്റവും വലിയ ജീവി ഏതാ? തിമിംഗലല്ലേ? അല്ലെ? തിമിംഗലല്ലേ? ഞാൻ മനസ്സിലാക്കിയതാണ്. പക്ഷെ തിമിംഗലത്തോട് നിങ്ങൾ ഒരിക്കലും നടക്കുന്നതിനെ കുറിച്ച് ചോദിക്കരുത്. നടക്കുന്നതിനെ കുറിച്ച് ആരും ചോദിക്കരുത്, തിമിംഗലത്തോട് ചോദിക്കരുത്. നീന്തുന്നതിനെ കുറിച്ച് മാത്രമേ തിമിംഗലത്തിന് പറഞ്ഞു തരാൻ പറ്റൂ. നിങ്ങളുടെ ചുറ്റും കുറെ തിമിംഗലങ്ങൾ ഉണ്ടാവും. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്നത് കുറെ തിമിംഗലങ്ങളായിരിക്കും. അവരോട് പോയി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ ചോദിക്കല്ലേ? ഇവിടെ നിങ്ങളെ കൊണ്ടുവന്ന, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിനോട് ചോദിക്കും. ഇതൊന്ന് വരുമാനം കിട്ടിയ ലീഡേഴ്സിനോട് ചോദിക്കും ഇതെങ്ങനെ ചെയ്യണം. ഏറ്റവും വലിയ മണ്ടത്തരമാണ്. വേണ്ടാത്ത സ്ഥലത്ത് പോയിട്ട് അഭിപ്രായം ചോദിക്കും. ഞാനും ഇതുപോലത്തെ ഒരാളെ എല്ലാ സ്ഥലത്തും അഭിപ്രായം ചോദിക്കും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന്റെ തുടക്കത്തിൽ ഒരുപാട് നെഗറ്റീവ്, ചെറിയ നെഗറ്റീവ് ഒന്നുമില്ല. ഈ പറയിലിരിക്കുന്ന ഇന്ന് സ്റ്റേജിൽ കയറുന്ന ലീഡേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ റാങ്കിലും ഈ ഒരു സ്ഥാനത്ത് അവരെത്തിയിരിക്കുന്നത്. ഒരുപാട് വേർപ്പും ഒരുപാട് എഫേർട്ടും ഉണ്ട് അതിന്റെ പിന്നിൽ. 2016 മുതൽ 2017 വരെ ഒരു വർഷം ബാഗിൽ സാധനം എടുത്ത് വീട് വിടാതെ കയറി വിറ്റ് നടന്ന ഒരാളാണ് ഞാൻ. ഇന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇത് എലമെന്റ്സ് ആണോ ചോദിക്കാറുണ്ട്, ചോദിക്കാറുണ്ട് ഇല്ലേ? അത് നിങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച കുറെ ലീഡേഴ്സിന്റെ വേർപ്പിന്റെ ഫലമാണ്, കഷ്ടപ്പാടാണ്. ഇന്ന് ഏറ്റവും സൗകര്യത്തോടു കൂടി ഏറ്റവും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സായി മൈലേസ്റ്റർ മാറിക്കഴിഞ്ഞു, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു, നിയമം വന്നു കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞാനൊരു GTS കേൾക്കാൻ വേണ്ടി വന്നത് കോഴിക്കോടാണ്. ഒരു GTS കേൾക്കാൻ വേണ്ടി ഞാൻ വന്നത് വടകര കൊപ്രഭവനാണ്. നിങ്ങളിപ്പോ ഞാനിവിടെ എത്ര മണിക്ക് എത്തിയെന്നറിയോ? ഞാനിവിടെ 2:30-ക്ക് എത്തി. ഞാൻ കാരണം ഒരാളുടെ ഒരു നിമിഷം നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ കാരണം ആളുടെ ഒരു നിമിഷം നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷെ തൊട്ടടുത്തതായിട്ട് പോലും നമ്മളെടുത്ത് എത്ര മണിക്ക്? 3:30-ക്കും 4 മണിക്കും. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ഫസ്റ്റ്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ബിസിനസ്സാണ്. അല്ലാണ്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ട നിങ്ങൾക്ക് വേണ്ടിയുള്ള ബിസിനസ്സായി കാണല്ലേ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ബിസിനസ്സാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ മറ്റൊരു സ്ഥലത്തും സഹായിക്കാനാവില്ല. പക്ഷെ ഇവിടെ നമ്മളെ സഹായിക്കാൻ കുറെ ആളുകളുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇന്ന് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 തവണ വിദേശ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 3 കാറ് വാങ്ങാൻ പറ്റി, പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റി, ഒരു വീടും സ്ഥലവും ഏകദേശം പർച്ചേസ് റെഡിയായി നിൽക്കുകയാണ്. ശരിക്കും ഒരു ചട്ടക്കുള്ളിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതം തന്ന കമ്പനിയുടെ പേരാണ് മൈലേസ്റ്റർ മാർക്കറ്റ്. കമ്പനിയുടെ ചൊല്ലുണ്ട്, വിദഗ്ധൻ തൂങ്ങലാം ஆனால் വിത്ത് തൂങ്ങാതെ. അതിന്റെ അർത്ഥം ഇതാണ്, ഒരുപക്ഷെ ബാബുരാൻ ചിലപ്പോൾ നാളെ ഇവിടെ ഉണ്ടാവില്ല, പക്ഷെ ബാബുരാൻ ക്രിയേറ്റ് ചെയ്തൊരു ടീം ഇവിടെയുണ്ട്. ആ ടീമിലൂടെ നാളെ, ആ വിത്തിലൂടെ നാളെ എന്റെ ഫാമിലിക്ക്, എന്റെ ഭാര്യയ്ക്ക്, ഭാര്യ ഇല്ലാതാവുന്ന ദിവസം എന്റെ മക്കൾക്ക് വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ മൈലേസ്റ്റർ മാർക്കറ്റിൽ 3 വർഷത്തെ എഫേർട്ട് കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ ഭാഗ്യം ചെയ്ത മക്കളാണ് ഞാൻ പറയും എന്റെ മക്കൾ എന്ന് പറയും. എന്റെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഫിനാൻഷ്യൽ പ്രോബ്ലമാണ്, സാമ്പത്തിക പ്രശ്നമാണ്, ആശങ്കയാണ് നാളെ കുറിച്ച്. പക്ഷെ നിങ്ങൾ എല്ലാ മുഖത്തേക്ക് നോക്കും, നാളെ കുറിച്ച് ആശങ്കയില്ലാതെ ഈ ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മാൻ ആരാണെന്ന് നിങ്ങൾ എന്നോട് വെച്ച് ഞാൻ പറയും അത് ബാബുരാജ എന്ന് പറയും. കാരണം ഞാൻ മൈലേസ്റ്റർ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് പറയുന്നത്. ഞാൻ നാളെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എവറി വീക്ക് മൈലേസ്റ്റർ മാർക്കറ്റിലൂടെ എനിക്ക് വരുമാനം കിട്ടും. എന്റെ 25,000 ആളുകൾ ഒന്ന് പല്ല് തേച്ചാൽ മതി, 25,000 ആളുകൾ ഒന്ന് കുളിച്ചാൽ മതി, അവരൊന്ന് കൈ കഴുകിയാൽ മതി, ഒരു പാത്രം കഴുകിയാൽ മതി. ശരിക്കും നമ്മൾ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യം എന്താ? നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ബിസിനസ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഈ പറയുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിക്കുന്നുണ്ട്. സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ബ്രാൻഡ് ഒന്ന് മാറ്റിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ലീഗൽ സൈഡ് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോളാം. ഞങ്ങൾ 1000 തവണ ആലോചിച്ചിട്ടായിരിക്കും ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. 1000 തവണ ഞങ്ങൾ ബിസിനസിന് വേണ്ടി ആലോചിച്ചിട്ടുണ്ടാവും, ഇത് ചെയ്യണോ വേണ്ടിയോ. ഇതിന്റെ എല്ലാ വശങ്ങളും ചിന്തിച്ച് എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഈ ബിസിനസ്സിൽ ഓരോ ലീഡേഴ്സും ഇതിന് ഫുൾ ടൈം ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ കണ്ടു
വ്യത്യസ്ത രീതിയിലുള്ള ജനങ്ങൾ, യെസോന്നോ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്ന വ്യത്യസ്തരായ മനുഷ്യരാണ് മൈലേശ്വരം അക്കാദമിയിലുള്ളത്. അവിടെ ഒന്നും അറിയാത്തവരുണ്ട്, ഏറ്റവും ടോപ്പ് എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുണ്ട്. എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈലേശ്വരം. ശക്തമായി ഏറ്റെടുക്കാതെ മാത്രമേ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ. ആരും റെഡിയാണോ? വളരെ സിമ്പിൾ. നിങ്ങൾ ആരോടും മറ്റും വിളിച്ചത്, ആ വിളിച്ച വ്യക്തിയോട് നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് ചോദിക്കും, എന്താണിത്, ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഇതിന്റെ പോരായ്മകളുണ്ടോ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലീഗലാണോ, എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മണിച്ചതിന് നമ്മുടെ വ്യത്യാസം എന്ത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ വിളിച്ചു പോകുന്ന ടീമും ലീഡേഴ്സും നിങ്ങൾക്ക് തരും.